അസ്സലാമലൈക്കും. അപ്പോൾ നമ്മൾ വന്ന വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഒരു യാത്രയിലാണ്, യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഒരാഴ്ച ആയതാണ്. നമ്മൾ പൊന്മുടിയുടെ വീഡിയോസ് എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. 2 ഭാഗങ്ങളായിട്ടാണ് ഞാൻ വീഡിയോസ് എഡിറ്റ് ചെയ്തിടുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വന്നിട്ടുള്ളത് ഭീമാപ്പള്ളിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ട്. സൂഫി, സുഫിയുടെ വാപ്പ, ഉമ്മ, എല്ലാവരും ഉണ്ട്. ബന്ധുക്കൾ എല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടെ 10-20 പേരോളം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഭീമാപ്പള്ളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് നമുക്ക് ഇനി സൗകര്യമുള്ള സ്ഥലം നോക്കി ഭക്ഷണം കഴിക്കണം. നമ്മൾ കാപ്പിയൊന്നും കുടിച്ചില്ല. വീട്ടിൽ നിന്ന് 5-ന് സുഫിയുടെ വാപ്പായൊക്കെ 6 മണിക്ക് അവിടെ നിന്ന് തിരിച്ച്. അപ്പോൾ നമ്മളിവിടെ നിന്ന് പാങ്ങലാട് 7 മണിയായപ്പോൾ വണ്ടി അവിടെ വന്നു. നമ്മളവിടെ നിന്ന് പാങ്ങലാട് നിന്ന് കയറി ഫസ്റ്റ് തന്നെ നമ്മൾ ഭീമാപ്പള്ളി വന്നിട്ടുണ്ട്. അപ്പോൾ അതാ ഇവിടെ ചവിട്ടാൻ പറ്റുന്നില്ല, കാല് താന്ന് പോണു, മണൽ അങ്ങനെ. ചെരുപ്പ് ഞാൻ ഊരിക്കൊണ്ട് നടക്കുകയാണ്. കാലങ്ങ് കുഴിഞ്ഞ് ഒഴുകി പോകുന്നുണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ എടുക്കുന്നതൊക്കെ സെൽഫിയാണ് എടുക്കുന്നത്. ബാക്കി എല്ലാവരും നടന്ന് അങ്ങോട്ടും പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മൾ പള്ളിയെല്ലാം ഒക്കെ ചുറ്റി കണ്ടിട്ട് നല്ല വിശപ്പടിച്ചിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ കഴിക്കുകയാണ് ഭക്ഷണം. എല്ലാവരും കൊണ്ടുവന്നായിരുന്നു. ഞാൻ ചപ്പാത്തി, ചിക്കൻ ഫ്രൈ, അതുപോലെ തന്നെ എല്ലാവരും ഇഡ്ഡലി, ഇടിയപ്പം, സാമ്പാർ, ദോശ, അങ്ങനെ ഓരോരുത്തരും കൊണ്ടുവന്ന് നമ്മളെല്ലാവരും കൂടെ ഷെയർ ചെയ്തൊക്കെ നമ്മൾ കഴിച്ച് തിരിച്ച് അവിടെ നിന്ന് തിരിച്ച് പിള്ളേർ കിടന്ന് കഴിക്കുന്നുണ്ട്. വണ്ടിയിൽ നിന്ന് കൊച്ചു പിള്ളേരുണ്ടായിരുന്നു, കൊച്ചു മക്കളുണ്ടായിരുന്നു. അപ്പോൾ അവരെ കൂടെ കളിക്കുകയായിരുന്നു എല്ലാവരും കൂടി. അപ്പോൾ നല്ല ഒരു രസമുള്ള സന്തോഷമുള്ള ഒരു യാത്രയായിരുന്നു. എല്ലാവരും കൂടി 1 ഡേ ടൂറായിരുന്നു. അപ്പോൾ അവിടെ വന്ന് നമ്മൾ രണ്ടാമത് പോയത് ഭീമാപ്പള്ളിയിലാണ് പോയിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളെല്ലാം നമുക്ക് കാണാം. ഇല്ലില്ല, കുഴപ്പമില്ല. അവിടെ ആളുണ്ട്, അവിടെ താഴെ ആളിപ്പോണ്ട്. ഹംദാൻ എന്തി? മഴയായിരുന്നെങ്കിൽ എവിടെ ഇറങ്ങാൻ പറ്റത്തില്ല, വണ്ടി ഇരിക്കുക. ചൂട്, ഭയങ്കര വെയില്. നമ്മളെ കാണൂല.
വെള്ളം കയറുമ്പോൾ തന്നെ കൊണ്ടുവന്നതിന് ചോറ് പിന്നെ അതിൽ നിന്ന് പിടിക്കുന്നത് അതിൽ നിന്ന് ചോറ് ഇതുണ്ട് കുറേ നേരം ഇട്ടാക്കും രാവിലെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് എടുക്കത്തുള്ളൂ നോക്കിയാണ് എവിടെയൊക്കെ മീനുണ്ടോ ഇറങ്ങിയപ്പോൾ നല്ല വെയിലായിരുന്നു. ഇതിവിടെ വെള്ളം തയ്യാറിച്ച് കയറാതിരിക്കാൻ വേണ്ടി ഇതൊരു പുളിമുട്ടാണ് അങ്ങനെ എന്താ കൊണ്ടിട്ടേക്കുന്നതാണ്. അത് ശരിക്കും അവിടെ കൂമ്പാരം പോലെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോ.